എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൽ ചായക്കൂട്ടുകൾ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്? നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ആവശ്യക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി കൂടുതൽ സാമ്പത്തികം വരുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ അതെ അതെ അതുകൊണ്ട് മുന്നോട്ട് മാറും. പിന്നെ അങ്ങനെ സിന്തറ്റിക് പിന്നെ അക്രിലിക് നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ സിന്തറ്റിക് തന്നെ ചെയ്തു തരും. വർണ്ണങ്ങൾ തന്നെ ഇത്ര വർണ്ണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ? 5 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിപ്പം കോമൺ ഇപ്പം അതിൻ്റെ അകത്ത് നിറങ്ങൾ കൂടുതൽ വേണ്ടിടത്തൊക്കെ നമ്മൾ അല്ലാതെ തന്നെ അതുമായിട്ട് അത് വിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നീലയൊക്കെ ഇച്ചിരി ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പഞ്ചവർണ്ണമാണ് ശരിക്കും ചെയ്യുന്നത്. അതിപ്പോ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതെ അതെ, ക്ഷേത്രങ്ങളിൽ നമ്മൾ പരമാവധി ട്രഡീഷണൽ ആയിട്ട് തന്നെയുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അല്ല വീടുകളിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി കളർഫുൾ കൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം. ദൈവികമായ ഒരുപാട് കലകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഈ കേരളം. അതിൽ ഏറെ ദൈവാനുഗ്രഹം കിട്ടിയ ഒരു കലയാണ് ചുവർ ചിത്രകല. ചുവർ ചിത്രകലയിൽ അഗ്രഗണ്യനായ ഒരു അതിഥിയാണ് ഇന്ന് കാഴ്ചയിൽ നമുക്കൊപ്പം ഉള്ളത്, ശ്രീ തരുൺ വാസുദേവൻ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചുവർ ചിത്രകല എന്ന് പറയുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? മേഖല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു. ക്ലേ മോഡലിങ് അങ്ങനെയുള്ളതൊക്കെ ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇതുപോലെ ഗുരുവായൂർ ഇന്ന സ്ഥാപനം ഉണ്ട് നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ അപേക്ഷ അയച്ച് എൻട്രൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി അങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്. അവിടെ 5 ഇയർ നാഷണൽ ഡിപ്ലോമ കോഴ്സാണ് ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുരുവായൂർ ദേവസ്ഥൻ്റെ കീഴിലുള്ള. അത് +2 ശേഷമാണോ? അത് ഞാൻ +2 ശേഷമാണ്. 5 വർഷം. 5 വർഷം. എവിടെയാണ് അത് പഠിച്ചത്? ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം. അവിടെയാണ് പഠിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ നടത്തുന്ന ഒരു കോഴ്സാണ്. മമ്മിരാശനാണ് എൻ്റെ സ്ഥാപകൻ. അവിടുന്നാണ് പഠിച്ചിറങ്ങിയത്. അപ്പോൾ അതിന് മുൻപ് ഈ ക്ലാസ്സിനൊക്കെ പോയി നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് ഇത് കാണുന്നതിന് മുൻപ് സ്കൂളുകളിൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമോ? പെയിൻറ്റിങ്സ്, ക്ലേ മോഡലിങ്ങും അങ്ങനെയുള്ള സാധാരണ നോർമലി ഉള്ള വാട്ടർ കളർ അങ്ങനെയൊക്കെയുള്ള ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും പിന്നെ ഒരു 5 വർഷത്തെ കോഴ്സ്, അതൊരു മ്യൂറൽ തന്നെ പഠിക്കുക, അങ്ങനെ ഒരു ചോയ്സിലേക്ക് പോകാനുണ്ടായൊരു കാരണം എന്തായിരുന്നു? അത് ഇതിൻ്റെ ഒരു അനാട്ടമിയും അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ നമ്മളെ ഒരു അത്രയും നല്ല ഒരു ട്രഡീഷണൽ ആർട്ടാണ്, ക്ഷേത്രകലയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ പോയതാണ്. സാധാരണ അങ്ങനെ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നൊരു കോഴ്സല്ല. ഞാനും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ 5 ഇയർ കോഴ്സാണെന്ന് ഇത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അതെങ്ങനെയാണ്? അത് എത്ര പേരാണ്, ഒരു വർഷമൊക്കെ എത്രത്തോളം കുട്ടികളാണ് ശരിക്കും ഈ ഒരു കോഴ്സിൽ പഠിച്ചിറങ്ങുന്നത് സാധാരണ? അവിടെ ശരിക്കും ഞാൻ 7ാമത്തെ ബാച്ചിലാണ് പഠിച്ചിറങ്ങിയത്. 7ാമത്തെ ബാച്ചാണ് ഞാൻ. 2005 to 2010 ബാച്ചിലാണ്. അവിടെ ഒരുപാട് പ്രഗത്ഭരുണ്ട് അവിടെ പഠിച്ചിറങ്ങിയുണ്ട്. 10 സീറ്റാണ് ഉള്ളത്. എൻട്രൻസ്
എൻട്രൻസ് ആണ്. എൻട്രൻസിൽ പാസ്സായിട്ട് അവിടെ സെലക്ട് ചെയ്യുന്നവർക്ക് 10 സീറ്റ് അങ്ങനെയാണ് കിട്ടുന്നത്. എൻട്രൻസ് വഴിയുള്ള ഒരു സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എത്രത്തോളം ആണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹവും കൂടെ വേണം. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എങ്ങനെയായിരുന്നു കോഴ്സ് കഴിഞ്ഞിറങ്ങി പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്? കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് എൻ്റെ മാഷെന്ന് പറഞ്ഞ കൃഷ്ണകുമാർ കെ കൃഷ്ണകുമാർ ദേവായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചിറങ്ങിയ ഒരു കൊല്ലം അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ശ്രീകോവിലിൽ തന്നെ ഒരു കൊല്ലം അവിടെ തന്നെ ആയിരുന്നു വർക്ക്. പിന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കൂടെ ഉള്ളവരുടെ കൂടെ ഒക്കെ വർക്കിന് പോയി പിന്നെ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ആദ്യമായിട്ട് സ്വന്തമായിട്ട് എടുത്ത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാണോ ആദ്യമായിട്ട് ചെയ്യുന്നത്, സ്വന്തമായിട്ടൊരു വർക്ക് എടുത്ത് ചെയ്യുന്നത്? വീടുകളിലെ വർക്കാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസ് ആണ്. ഇപ്പോൾ ഒരു വീട്ടിലെ പെയിന്റിങ്സ് കാണുമ്പോൾ അവിടെ വരുന്ന ആളുകളൊക്കെ കണ്ടിട്ട് ചോദിച്ച് പിന്നെ അങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഒക്കെ അങ്ങനെയാണ് കൂടുതലും നമുക്ക് വർക്കുകൾ ക്ഷേത്രങ്ങളിലായാലും അങ്ങനെ അതിൽ ക്വാളിറ്റിയാണ് വർക്കിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് വർക്കുകൾ എൻക്വയറീസ് വരുന്നത്. അതിനുശേഷം വീടുകളിൽ ചെയ്തു. പിന്നെ ശരിക്കും ഒരു ക്ഷേത്രത്തിൽ എവിടെയാണ് ആദ്യമായിട്ടൊരു വർക്ക് എടുത്ത് സ്വന്തമായിട്ട് ചെയ്തത്? ക്ഷേത്രത്തിൽ ആദ്യം വർക്ക് ചെയ്യുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ എടക്കുളങ്ങര ജ്ഞാനക്ഷേത്രം ആർട്ട് ഓഫ് ലിവിംഗ് സെന്റർ ഉണ്ട്. അവിടുത്തെ ആയിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ്. വലിയ പ്രോജക്റ്റ് അതായിരുന്നു. അത് വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന്റെ വർക്കാണ് എടുത്തത്. അപ്പോൾ അത്രയും ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ദിവസം എടുത്തിട്ടായിരിക്കും ആ ഒരു 3-4 മാസം എടുക്കും. 3-4 മാസം എടുക്കും. ഒരു 6-7 പേരും ഉണ്ടായിരുന്നു. കൂടെയുള്ള സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന്. അപ്പോൾ അത്രയും ദിവസം ഒരു നീണ്ട കാലയളവാണ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ കുറേ നാളെടുത്ത് ചെയ്തൊരു വർക്ക് ഏതാണ്? ഇവിടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ ബെൽഗിൽപുര മൊത്തത്തിൽ നമ്മളെ ചെയ്തത്. അപ്പോൾ എത്ര നാളെടുത്തു അത് ചെയ്യാൻ? അത് ഇതേപോലെ തന്നെ 3-4 മാസം എടുത്തു. 3-4 മാസം എടുത്തു. അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അത് ഈ 1000-ന് അടുത്ത് അതിന് മുകളിൽ വരുത്തതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ക്ഷേത്രങ്ങളിൽ അതായത് ഇപ്പോൾ പറഞ്ഞത് ജ്ഞാനക്ഷേത്രം അല്ലേ, ആർട്ട് ഓഫ് ലിവിംഗ് സെന്റർ. പിന്നെ അല്ലാതെ ക്ഷേത്രങ്ങളിൽ പിന്നെ എവിടെയൊക്കെയാണ്? കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം, പിന്നെ ഏവൂര് ടെമ്പിള്, പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അവിടെയൊക്കെ. പിന്നെ ഉണ്ട് കൊട്ടാരക്കരയൊക്കെ ഒരുപാട് പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ മ്യൂറൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിലെ ചായക്കൂട്ടുകൾ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി കൂടുതൽ സാമ്പത്തികം വരുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ അതെ അതുകൊണ്ട് മുന്നോട്ട് മാറും. പിന്നെ അങ്ങനെ സിന്തറ്റിക് പിന്നെ അക്രിലിക് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ഇപ്പോൾ സിന്തറ്റിക് തന്നെ ചെയ്തു വരുന്നത്. വർണ്ണങ്ങൾ തന്നെ ഇത്ര വർണ്ണങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ? 5 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിപ്പം കോമൺ ഇപ്പം അതിൻ്റെ അകത്ത് നിറങ്ങൾ കൂടുതൽ വേണ്ടിടത്തൊക്കെ നമ്മൾ അല്ലാതെ തന്നെ അതുമായിട്ട് അത് വിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നീലയൊക്കെ ഇച്ചിരി ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പഞ്ചവർണ്ണമാണ് ശരിക്കും ചെയ്യുന്നത്. അതിപ്പോ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ക്ഷേത്രങ്ങളിൽ നമ്മൾ പരമാവധി ട്രഡീഷണൽ ആയിട്ട് തന്നെയുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. വീടുകളിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി കളർഫുൾ കൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെയ്തതിൽ വെച്ച് ഇപ്പോൾ ക്ഷേത്രങ്ങളിലാവട്ടെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്ക് ഏതാണ്? എല്ലാം ഇഷ്ടമാണ്. പിന്നെ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന നിയമങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ചിട്ടകളിൽ നിന്നൊക്കെ കുറച്ചൊന്നും മാറിയായിരിക്കും അല്ലേ അതിന്റെ വർക്കുകൾ? വീടുകൾ ചെയ്യുമ്പോൾ നമ്മൾ വ്രതം എടുത്ത് ചെയ്യാറില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വ്രതമായിരിക്കും. ചെയ്യുമ്പോൾ വ്രതം എടുത്തിട്ടായിരിക്കും ഈ ചെയ്യുന്ന എല്ലാവരും വളരെ ഇതായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? ഫാമിലി വൈഫ് കുഞ്ഞുണ്ട്, പിന്നെ അച്ഛൻ അമ്മ ചേട്ടന്മാരെ അങ്ങനെ അവരൊക്കെ എല്ലാം വലിയ സപ്പോർട്ടാണ്. കാര്യം അത് ദൈവികമായിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതിനുശേഷം പഠിച്ച് നമ്മൾ ഗുരുവായൂർ ഒരു വർഷം ചെയ്തെന്ന് പറഞ്ഞില്ലേ വർക്കുകളൊക്കെ, അതിനുശേഷം പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവിടെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഗുരുവായൂർ മതിലെല്ലാം നമ്മളെ വിളിച്ചായിരുന്നു. മതിൽ നമ്മളെ ചെയ്തിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ പോകും. അതിൽ പൈസ ഇതിനു വേണ്ടിയല്ല, നമ്മൾ നമ്മുടെ ഒരു ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള സമർപ്പണമാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ഇതായിരുന്നു അവിടെ നമ്മൾ സ്റ്റേപ്പിന്റെ തന്നെ പഠിപ്പിക്കുന്നത്. 10 സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക്
സ്റ്റേപ്പിൻ്റെയും കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഫീസായിട്ടൊന്നുമില്ല. ഇല്ല ഇല്ല. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? എൻട്രൻസോട് കൂടി തന്നെ, അപ്പോൾ അതിൽ മെറിറ്റിന്റെ ബേസിൽ സ്റ്റൈഫൻഡോട് കൂടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ അല്ലേ? നമ്മൾ പൊതുവേ ഇങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഒരുപാട് വരയ്ക്കാൻ കഴിവുള്ള പലരും ചിലപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആ കോഴ്സിന് പോകേണ്ടത്? ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങുക, പൈസ ഉണ്ടാക്കുക, ആ ഒരു ചിന്ത. 5 വർഷം ക്ഷമയോടിരുന്ന് ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പാടാണെങ്കിലും ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും പഠിപ്പിക്കുന്ന കുറച്ചാൾ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോഴും നമ്മൾ അവരെ പഠിപ്പിക്കുന്ന നമുക്ക് കുറച്ച് കാര്യം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ക്ലാസ് ആയിട്ടല്ല, ഞാൻ ആറന്മുള വാസ്തുതീരത്തിൽ 1.5 കൊല്ലം ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ പോകും. പെയിന്റിംഗ് തന്നെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുമ്പോൾ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പഠിക്കണം എന്നുള്ളത്, പെട്ടെന്ന് വരയ്ക്കുക, പെട്ടെന്ന് സെയിൽ ചെയ്യുക, അതെ, ആ ഒരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അങ്ങനെ. പിന്നെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പഠന രീതികളും വന്നിട്ടുണ്ട് ഈ ഓൺലൈൻ വഴിയുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായും ചിട്ടയോടും നിഷ്ഠയോടും കൂടി ചെയ്യേണ്ട ഈ ഒരു കാര്യത്തെ സാറ് പറയുന്ന പോലെ അത്യാവശ്യം മിസ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. മിസ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് പഠിച്ചിട്ട് തന്നെ ചെയ്യുക. അതെ, അല്ലാതെ വെറുതെ എല്ലാം ഒരറ്റവും മൂലം അറിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചെന്നാ ഞാൻ പറഞ്ഞു. നമ്മൾ 5 വർഷം പഠിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവര് ഏറ്റവും മൂലം പഠിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു പബ്ലിഷ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പം ഏകദേശം എത്ര വർഷമായി കാണും അപ്പോൾ ഈ ഒരു മ്യൂറൽ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്? 12 കൊല്ലം. 12 വർഷമായി. അപ്പോൾ ഇപ്പം ഏത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇവിടെ മാവേലിക്കര ഒരു ഗുരുവായൂരപ്പൻ അമ്പലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അത് എത്ര നാളെ ഉണ്ടാവും ആ വർക്ക്? ഇവിടെ ഇപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെ വർക്ക് ഉണ്ടാവും. ഒരാഴ്ചയും കൂടെ. ഏകദേശം എത്ര നാളത്തെ വർക്കാണിത് മൊത്തത്തിൽ? ഇപ്പോൾ നമുക്ക് 2 മാസത്തെ വർക്ക്. 2 മാസത്തെ വർക്കാണ്. ഇനി അതിന് ശേഷം എന്താണ്? അതിനുശേഷം ഇവിടെ ആലപ്പുഴയിലൊരു ക്ഷേത്രത്തിന്റെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്കുകൾ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം മനസ്സിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം എനിക്ക് ചെയ്യണം, എനിക്കത് ചുവരിലത് ചെയ്ത് കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. നമുക്ക് വരുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ആഗ്രഹമായിട്ടില്ല. പിന്നെ എന്തെങ്കിലും സമർപ്പണം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നില്ല. നമുക്ക് ആഗ്രഹത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും 10-12 വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രഗത്ഭരായ ആളുകളുടെ അഭിപ്രായങ്ങളും അനുമോദനങ്ങളും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിലേറ്റവും മനസ്സിലിപ്പോഴും അത് വളരെ എന്താ പറയുക, വളരെ പ്രാധാന്യത്തോടെ വളരെ മെമ്മറബിളായിട്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുമോ? ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിലൊരു വർക്ക് ഉണ്ടായിരുന്നു, കോമാളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രം, പുലിയൂർ വെഞ്ചുവടക്ക് താഴ്വയിൽ. അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ അനുമോദനം ആദരവ് തന്ന നമ്മുടെ അശ്വതിബായി തമ്പുരാട്ടിയായിരുന്നു. അതൊരു വലിയൊരു ഇതായിട്ട് കാണുന്നു. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് എന്താണ് ചെറിയൊരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ അഭിപ്രായം എന്നോണം പറയാനുള്ളത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ചുമർചിത്രകലയുടെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പം അതിൻ്റെ മൂല്യം കളയാതെ, അതിനെ മിസ്യൂസ് ചെയ്യാതെ എല്ലാവരും മുന്നോട്ട് പോകുക, പഠിച്ച് തന്നെ ചെയ്യുക. എല്ലാവരും പഠിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പെട്ടെന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ആ രീതിയിൽ പോവാത്ത രീതിയിൽ നോക്കുക എന്നുള്ളൊരു ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. വളരെ കുറച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ട് അതിനെ വളരെ ദൈവികമായിട്ടുള്ളൊരു കലയാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യട്ടെ. മനസ്സിലാഗ്രഹം പോലെ എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് സമയം തിരക്കുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.